CPM വീണ്ടും ശൈലജ ടീച്ചറെ ഒതുക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ മട്ടന്നൂര് സീറ്റ് കൊടുക്കുന്നില്ല, ഈ പിടിച്ചെടുക്കേണ്ട ചില സീറ്റുകളുണ്ട്, അവിടെ മത്സരിപ്പിച്ച് സീറ്റുകൾ പിടിച്ചെടുപ്പിക്കണം എന്നാണ് പറയുന്നത്. തോറ്റുപോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ശൈലജ ടീച്ചറുടെ ഭാവി തീരുകയല്ലേ അവിടെ? അല്ല, കഴിഞ്ഞ കുറേ നാളുകളായി കണ്ണൂർ ജില്ലാ ഘടകം, CPM ജില്ലാ ഘടകം KK ശൈലജയെ അണ്ടർലൈൻ ചെയ്ത് ആണ് പോകുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്കുണ്ടായിട്ടുള്ള ജനസമ്മതിയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളിൽ വനിതാ നേതാവ് വരണം, അതായത് സ്ത്രീകൾക്ക് പ്രാധാന്യം എന്ന പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ KR ഗൗരിയുടെയും സുശീല ഗോപാലിൻ്റെയും ഒക്കെ ആ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും പൊതുസമൂഹത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ബദലായി പാർട്ടിക്ക് അതീതമായി എടുത്തു കാണിക്കുന്ന ഒരു പേരാണ് KK ശൈലജ. അത് പാർട്ടിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം പിണറായിയുടെ ആജ്ഞാനുവർത്തികൾ, പിണറായിക്ക് സ്തുതി പാടുന്നവർ ഒരുപാട് പേര്, അപ്പോൾ അദ്ദേഹം കാണക്കൊണ്ട് സ്തുതി പാടുന്നവരും അല്ലാതെ ഉള്ളവരുമുണ്ട്. അപ്പോൾ കാണക്കൊണ്ട് സ്തുതി പാടുന്നവർക്ക് KK ശൈലജയെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നില്ല, ഞങ്ങൾ തന്നെ ഇടപെടുന്നു എന്ന് കാണിക്കേണ്ടത് കണ്ണൂർ ജില്ലാ ഘടകത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് KK ശൈലജയെ ബോധപൂർവം അണ്ടർലൈൻ ചെയ്യുന്നത്. ഈ നവകേരള യാത്രയിലൊക്കെ മട്ടന്നൂര് തന്നെ അവരെ വല്ലാതെ അപഹാസ്യരാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമൊക്കെ ഈ മുഖ്യമന്ത്രി തന്നെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ശൈലജ ടീച്ചർ പാർട്ടിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഈ സീറ്റ് പ്രഖ്യാപനമാണെങ്കിലും ഒരു സമയം കൊണ്ട് ശൈലജ ടീച്ചറെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, പിണറായി സർക്കാരിൻ്റെ ഒന്നാം മന്ത്രിസഭയിലെ മികച്ച ഭരണം കാഴ്ചവെച്ചു എന്ന് പറയുന്ന CPM തന്നെ സൈബർ സഖാക്കന്മാരിൽ ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, കോവിഡ് വന്ന സാഹചര്യത്തിൽ കോവിഡ് റാണി എന്നുള്ള വിളിപ്പേര് വരെ ശൈലജ ടീച്ചർക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ ഒരു മാസ് പരിവേഷം ശൈലജ ടീച്ചർക്ക് ഉണ്ടായി. പക്ഷേ അതിനുശേഷം പിണറായി വിജയൻ നേരിട്ട് അങ്ങനെ ആരും എനിക്കപ്പുറത്തേക്ക് വളർന്നു പോകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല, ഞാൻ എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം വിളിക്കുന്ന നമ്മൾ കണ്ടു. ഒരു ആരോഗ്യമന്ത്രി വിളിക്കേണ്ട വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി വന്നിരുന്ന് സംസാരിക്കാൻ നമ്മൾ കണ്ടു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആരോഗ്യമന്ത്രിക്ക് കൃത്യമായിട്ട് ഒരു പരിഗണന കൊടുക്കാതെ, നമുക്കറിയാം ഷാഫി പറമ്പിൽ വടകരയിൽ തോൽപ്പിച്ചതിനു ശേഷം വലിയൊരു നാണക്കേടാണ് ശൈലജ ടീച്ചർക്ക് ഉണ്ടായത്. ഇനിയും ഒരു നാണക്കേട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ മട്ടന്നൂർ മത്സരിക്കേണ്ട, വേറെ എവിടെയെങ്കിലും പോയി മത്സരിച്ചാൽ മതി എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് CPM പോകുന്നത്? അല്ല, അവർക്ക് അങ്ങനെ തന്നെയാണ്. അവർക്ക് താല്പര്യമില്ലാത്ത നേതാക്കൾ, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനയ്ക്ക് അതീതമായി ഒരാൾ വളർന്നു വരുന്നത് CPM-നകത്ത് പലർക്കും, അതായത് ഈ പാർട്ടിക്കകത്ത് കുറേയധികം പേർക്ക് അത് ഇഷ്ടമല്ല. പിണറായി വിജയന് മുകളിൽ ശൈലജ ടീച്ചർ വളർന്നതുകൊണ്ടാണോ ഇപ്പൊ ഈ അവഗണന? തീർച്ചയായിട്ടും പിണറായിക്ക് മേളിൽ KK ശൈലജയുടെ പൊതുസമ്മതം, ഇപ്പോൾ KK ശൈലജയെ മുന്നിൽ നിർത്തിയാൽ ചിലപ്പോൾ ഒരു വേള ഭരണം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിലുണ്ട്. പൊതുസമൂഹം KK ശൈലജയെ അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് മട്ടന്നൂരിൽ ജയിച്ച് കയറണം. 2 ടേം വ്യവസ്ഥ ഉടൻ തന്നെ അപ്പോഴതങ്ങ് മാറ്റുക. CPM-ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ തരാതരം പോലെ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുക. ഇപ്പോൾ 2 ടേം വ്യവസ്ഥ തിരുവനന്തപുരത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് കുറേ പേർക്ക് 2 ടേം വ്യവസ്ഥ ബാധിക്കുന്നു. അത് ഇവർക്ക് ഈ സംഘടനയ്ക്കകത്ത് പിണറായി എന്ന് പറയുന്ന ഒരു രൂപം, അല്ലെങ്കിൽ ആ ഒരു ബിംബത്തിനെ സ്തുതി പാടുന്ന കുറെ പേർക്ക് അങ്ങനെ കാണിച്ചേ പറ്റൂ. കാര്യം നമ്മൾ ഈ ലോക കമ്മ്യൂണിസത്തിലും സ്റ്റാലിൻ എന്ന് പറയുന്നൊരു അവതാരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സ്റ്റാലിന് ശേഷമാണല്ലോ സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്തവർ പോലും, അല്ലെങ്കിൽ സ്റ്റാലിനെ ഭയപ്പെട്ടിരുന്നു ഈ പാർട്ടി. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ പാർട്ടിയെ ഭയം എന്നാണ് ഇപ്പോൾ അഭിമുഖത്തിൽ പറഞ്ഞേക്കുന്നത്. നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KK ശൈലജയെ ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കണ്ടതാണ്, ഈ പറയുന്ന വടകര നിർത്തിയിട്ട് ഈ പാർട്ടിക്കാർ തന്നെ, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അധ്യാപക സംഘടനയിൽപ്പെട്ട ഒരു മഹാനാണ് ഈ കണ്ട കാഫിർ പ്രയോഗം കണ്ട സാമൂഹിക മാധ്യമങ്ങൾ. ഒന്ന് ആലോചിക്കേണ്ട, അവർക്ക് എത്ര വയസ്സായതാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടത്. അതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. അല്ല, മുഖ്യമന്ത്രിക്ക് പാർട്ടിയെ ഭയമാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടിയിലെ അണികൾക്ക് മുഖ്യമന്ത്രിക്ക് ഒരു ചൂരമീൻ കൊടുക്കാൻ തന്നെ ഭയമുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നെമ്മീനാണ് മുഖ്യമന്ത്രി കഴിക്കുന്നത്. പാർട്ടി അണികളാണെങ്കിലും ഇനിയും മുഖ്യമന്ത്രി വിളിച്ച ആഹാരം കൊടുക്കുകയാണെങ്കിൽ നെമ്മീൻ കൊടുക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു വനിതയെ കൊണ്ടുവന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ കേരളം നശിച്ചു പോകത്തില്ലേ? എങ്ങനെ നശിക്കാനാണ്? അല്ല, CPM-ന്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് അങ്ങനെയാണ്. അല്ലെ, എന്നിട്ട് അവർ എന്താ പറയുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ എന്ത് പറഞ്ഞാലും സ്ത്രീകൾക്കൊപ്പം, അല്ലെ, ഇതല്ലേ പറയുന്നത്? അല്ല, പിണറായി വിജയനെ സംബന്ധിച്ച് എന്റെ തല എന്റെ ഫിഗർ, അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏത് വിഷയത്തിലാണെങ്കിൽ പോലും. ഇപ്പോൾ നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സാഹചര്യത്തിൽ അയ്യപ്പന്റെ ഫോട്ടോ ഇല്ലായിരുന്നു, പകരം പിണറായി വിജയന്റെ വലിയൊരു ഫോട്ടോ ആയിരുന്നു. അങ്ങനെ അവിടെ വന്നിട്ടുള്ള അണികളെല്ലാം
അതായത് ഇവരെല്ലാം സഖാക്കന്മാരാണല്ലോ ബേസിക്കലി, അതെ. ഇവരെല്ലാം നിരീശ്വരവാദികളാണ്. അപ്പോ അയ്യപ്പനെ തൊഴുതു കഴിഞ്ഞാൽ ഇവർക്ക് വിഷയം വരും, ദൈവത്തെയാണല്ലോ തൊഴുന്നത്. പിണറായി സഖാവിനെ തൊഴുതു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം പാവപ്പെട്ട ജനങ്ങളുടെ ദൈവമാണല്ലോ പിണറായി സഖാവ്. അപ്പോൾ പിണറായി വിജയനെ തൊഴാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഫ്ലക്സ് ഒക്കെ അടിച്ചു വെച്ച് അങ്ങനെ വലിയ സംവിധാനമൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളർന്നു കഴിഞ്ഞാല് വിഷയാവും. വളർത്തി വിട്ടു കഴിഞ്ഞാല് തങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ളൊരു സാഹചര്യമില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. അല്ല രാഹുൽ, ഇതിലുണ്ടല്ലോ, ഇതിപ്പം ഒരു കെ ശൈലജ മാത്രമല്ല. കെ ശൈലജ ഇപ്പൊ പേരാവൂരൊക്കെയാണ് അവർ പറഞ്ഞു വിടാൻ പോകുന്നത്. പേരാവൂര് സണ്ണി ജോസഫ് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം. അവിടെ പോയി നിങ്ങൾ ജയിച്ചു വാ എന്ന് പറഞ്ഞ് ഇവർക്ക് പണി കൊടുക്കുമ്പോൾ ഇനി ഇവർ എത്ര അത്യധ്വാനം ചെയ്ത് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാലും സണ്ണി ജോസഫ് ജയിക്കുന്നതോടെ രാഹുൽ പറഞ്ഞ പോലെ ഇവരുടെ കരിയർ തീരും, അതോടെ അവരുടെ കൂമ്പടഞ്ഞു എന്നുള്ള രീതിയിൽ അവരെ തീർന്നു, അവരുടെ കരിയർ തീർന്നു എന്ന രീതിയിൽ ഒരു നിഗമനമാണ് ഇപ്പോൾ CPM എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ EP ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂർ ഘടകത്തിലെ മുതിർന്ന നേതാവ് EP ജയരാജൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകണമെന്ന്. എന്നിട്ട് EP ജയരാജന്റെ പേര് ഈ പറയുന്ന കോടിയേരി മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ഗോവിന്ദൻ. അദ്ദേഹത്തിനോട് ഗോവിന്ദൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ EP ഇപ്പൊ എവിടെ നിൽക്കുന്നു? EP അങ്ങനെ കണ്ടത് ഈ പറയുന്ന രീതിയിൽ തളിപ്പറമ്പില് PK ശ്യാമളയെ നിർത്തുന്നതിനോട്, അതായത് ഗോവിന്ദൻ മത്സരിക്കുന്നില്ലെങ്കിൽ ഭാര്യ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ EP എതിർത്തെന്നാ പറയുന്നത്. അപ്പൊ കണ്ണൂർ ഘടകം തന്നെ, സംസ്ഥാനത്തെ പാർട്ടി എന്ന് പറയുന്ന കണ്ണൂരാണ്. കണ്ണൂർ തന്നെ 7 കീറാറ്റാണ് ഇപ്പൊ പാർട്ടി നിൽക്കുന്നത്. ശ്യാമളയെ നിർത്താൻ പറ്റില്ല എന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പേരാവൂര് സണ്ണി ജോസഫിനെതിരെ നിൽക്കുന്നതിന് തനിക്ക് എതിർപ്പാണെന്ന് കെ ശൈലജ പറഞ്ഞത് വ്യക്തമാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ വായിക്കുമ്പോഴത്തേക്ക് ഈ തലശ്ശേരിയിൽ ഷംസീറിന് സീറ്റില്ല, കാരായി രാജനാണ് സീറ്റ് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ കണ്ണൂർ തന്നെ ഈ പാർട്ടിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ പ്രതീകം എന്ന് പറയും. CPM എന്ന് പറഞ്ഞാൽ കണ്ണൂരാണല്ലോ. അപ്പൊ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി P ജയരാജന് സീറ്റ് അല്ല, കണ്ണൂർ തീർന്നു എന്ന് വേണമെങ്കിൽ CPM 7 കീറായി എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സീറ്റ് കൊടുക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നയിക്കട്ടെ എന്ന്. കാര്യം PB തീരുമാനിച്ചു വിട്ടുവെങ്കിലും ഇവിടെ കേരളത്തിലുള്ള സഖാക്കൾ പറയുന്ന ഈ മുഖം കണ്ടാൽ, ഇപ്പം മോഹൻലാലുമായി ഒരു അഭിമുഖമൊക്കെ വന്നു, ശരിയാണ്. ഇപ്പൊ ന്യൂസ് 18 ഒരു ഇടത് ചായ്വുള്ള ഒരു ചാനലാണ്, അതിങ്ങനെ നിരന്തരം ഇങ്ങനെ ഓരോ ക്യാപ്സൂളുകൾ ഇടുന്നുണ്ട്. പക്ഷെ ജനം ഇദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഇവിടുത്തെ സഖാക്കൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ ലേലുല്ലു പറയാനായി ബ്രാഞ്ചിലെയും ലോക്കലിലെയും അല്ലെങ്കിൽ ഏരിയയിലെ നേതാക്കളെ ചെല്ലാൻ പറഞ്ഞപ്പോൾ ഇവിടെ എത്ര പേരാ ചെന്നത്? എത്ര വീടുകളിലാണ് ആര് കയറിയത്? അപ്പൊ ആൾക്കാർക്ക് വോട്ട് ചോദിച്ച് വീടുകളിൽ കയറണം. മുഖ്യമന്ത്രിയുടെ പടത്തോടു കൂടിയ ഒരു പ്രകടന വോട്ട് തേടുന്ന ഒരു പേപ്പർ കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആൾക്കാർ തിരിച്ച് പ്രതികരിക്കുന്നത്? ഇവർക്ക് നേരത്തെ അറിയാൻ പറ്റും. കാര്യം ഇവർക്ക് ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ ഞങ്ങൾ പറയും നിങ്ങൾ പണിയെടുത്തോളം എന്ന് പറയുന്നത് അണികൾ ഇനി കേൾക്കുന്നു. അല്ല, അത് കാലഘട്ടം മാറിയത് CPM മനസ്സിലാക്കുന്നില്ല. അതാണ് കറക്റ്റ് പോയിന്റ്. ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം. കമ്പ്യൂട്ടർ വന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് സമരം ചെയ്തതെന്നും അതിനെ എങ്ങനെയാണ് ഇവർ പ്രതിരോധിച്ചതെന്നും നമുക്കറിയാം. അപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് എയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ ഗോവിന്ദ മാഷിനെ സംബന്ധിച്ചാണെങ്കിൽ എയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഗോവിന്ദ മാഷാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനാണ് എയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലായത് എല്ലാം ആണ്. ഇപ്പോൾ എന്ത് തോന്നിവാസം ചെയ്ത് കഴിഞ്ഞാലും കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. ഇനിയിപ്പോ കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വന്ന സമയത്ത് ചിലപ്പോ എയോ മറ്റെന്തെങ്കിലും സാങ്കേതിക ചെയ്താണോ കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഈ സഖാവ് ഗോവിന്ദൻ മനസ്സിലാക്കിയാൽ നല്ലത്. ഏതായാലും ഗോവിന്ദ മാഷ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതാണല്ലോ പോയിന്റ്. അതെ, ഗോവിന്ദ മാഷിനെ മനസ്സിലാക്കാൻ ഇനിയും കുറച്ച് സമയം കൂടെ വേണം. അല്ലാതെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാം മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കും. അല്ല, മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് പോകുകയാണ് ഇപ്പൊ ഗോവിന്ദ മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദ മാഷ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലായി എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പില്ല. അതാണ് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ഇപ്പോഴും ഒരു വിഭാഗം അണികളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ എന്നെ അടിച്ചു പിരിഞ്ഞ് നാല് വഴിക്കായി പോയനെ. അല്ല, നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കണ്ണൂരാണ് ഈ പാർട്ടിയുടെ മുഖമെന്ന് പറയുന്നത്. അവിടെ 7 കീറായിട്ടാണ് ഈ പാർട്ടി ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ശൈലജ ടീച്ചർ പേരാവൂര് നിൽക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് സമ്മതമല്ല എന്ന് പറയുന്നത്, അവർ പോയി നിൽക്കുന്നു. ഇതിന്റെ പരിണിത ഫലം അധികം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ ഇവർ ഇവരെ തോൽപ്പിക്കും, അല്ല പാർട്ടി തന്നെ തോൽപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ബാക്കിയുള്ള സീറ്റ് നിർണയത്തിന്റെ കാര്യം 4-ാം തീയതിയോ മറ്റോ എങ്ങോട്ടോ ഇടതുമുന്നണി യോഗം കൂടുന്നുണ്ട്. 5-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. 8-ാം തീയതി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പറയുന്നത്. പല ജില്ലകളിലും
ഇത്രയും പറഞ്ഞു വന്നുകൊണ്ട് പറയുക. തിരുവനന്തപുരത്ത് അതേ പിന്നെ ഗോവിന്ദൻ കൂടി ഇരുന്ന ജില്ലാ സമ്മേളനത്തിൽ, അവിടുത്തെ ജില്ലാ സമ്മേളനത്തിൽ ജോയി എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ആറ്റിങ്ങൽ മത്സരിച്ചില്ല, അല്ലെ വർക്കല മത്സരിച്ചില്ലെങ്കിൽ ജയിക്കില്ല. ആര് ജോയി അല്ലാതെ വേറെ ആരും നിന്നാലും ജയിക്കില്ല, അവിടെ വലിയ പാടാണെന്ന് പറയുമ്പോൾ സെക്രട്ടറിമാർ മത്സരിക്കണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കുമ്പോൾ ജോയി എങ്ങനെ നിൽക്കുമെന്ന് ഗോവിന്ദൻ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ജോയി മാറിയാൽ മൂന്ന് സെക്രട്ടറിമാരാണ് അവിടെ ഉള്ളത്. ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ, ഒന്ന് ജോയി, പിന്നെ മറ്റൊന്ന് ശിവൻകുട്ടി. ഈ രീതിയിലാണ് ഈ പാർട്ടി പോകുന്നത്. ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി തന്നെയാണ് ഈ പാർട്ടിയെ ഇന്ന് ഈ കാണുന്ന ഗതികേടിൽ കൊണ്ടെത്തിച്ചതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാം. ഏതായാലും നമുക്ക് നോക്കാം. PB പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി മത്സരിക്കണമെന്ന്. കേരളത്തിലെ സഖാക്കൾ തലയിൽ കൈവച്ചുകൊണ്ട് പോവുകയാണ്. എങ്ങനെ ഇതൊക്കെ കൊണ്ട് എത്തിക്കും അവർക്കറിയില്ല. ഇനി എന്തായാലും നിർദ്ദേശമൊന്നും അവർ പറയുന്ന അങ്ങനെ അങ്ങ് അതേപോലെ കേൾക്കൊന്നും നമുക്ക് കരുതേം വേണ്ട. അപ്പോൾ ശൈലജ ടീച്ചറെ പൂട്ടേണ്ട പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ശൈലജ ടീച്ചർക്ക് പൂട്ട് വീണ് കഴിഞ്ഞു എന്ന് പറയാം.